2021 ഞങ്ങൾ ബീഹാറിലേക്ക് ഒരു മിഷൻ യാത്ര ചെയ്യുന്നത്. 10ലധികം ദൈവദാസന്മാർ ആ ട്രിപ്പിലുണ്ടായിരുന്നു. ബീഹാറിലെ ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. കഴിഞ്ഞ 25ഓളം വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഡോക്ടർ എബി മാത്യു തൻ്റെ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില ദിവസങ്ങൾ അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. മറക്കാനാകാത്ത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലഭ്യമായി തീർന്നത്. ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുവാനിടയായി. ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് ചെന്ന ഉടനെ കണ്ട കാഴ്ച ഇതാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ കുഞ്ഞുങ്ങൾ. അവർ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പതുക്കെ കളിച്ചും പല്ല് തേച്ചും ഒരു ചെറിയ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഒരാൾ അവിടെ നിൽക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഒരു ചിരിയൊക്കെ തന്ന് ഞങ്ങൾ അവരുടെ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. രാവിലെ എഴുന്നേറ്റ് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലയിൽ എല്ലാവരും അവിടെ തന്നെയൊക്കെ നിൽപ്പുണ്ട്. എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പോയത് കുഞ്ഞുങ്ങളിലേക്കാണ്. ആ സമയത്ത് ഞാൻ അതുവഴി നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തു. രാവിലെ തന്നെ തിരക്കിട്ട പണി ചെയ്യുന്ന ഒരു സഹോദരിയെ കണ്ടു. വീടിന് മുമ്പിലുള്ള ആ ഒരു സ്റ്റെപ്പ് മണ്ണുകൊണ്ട്, കളിമണ്ണ് കൊണ്ട് അതിങ്ങനെ നല്ല വൃത്തിയാക്കി ചെയ്യുകയാണ്. വായിൽ അവർ പല്ല് തേക്കുന്ന ഒരു പ്രത്യേക കമ്പാണ്, അതുപയോഗിച്ച് പല്ലും തേക്കുന്ന ആ കൂട്ടത്തിൽ ആ പണികളുമൊക്കെ ചെയ്തുകൊണ്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുക. പിന്നീട് കണ്ട കാഴ്ച, വീടിന് മുകളിൽ മുഴുവൻ ഒരു ചെടി പടർന്നു കിടക്കുകയാണ്. അതിൻ്റെ ഫലം നമുക്ക് കഴിക്കാം. അത് അന്ന് രാവിലത്തെ ആഹാരത്തിന് വേണ്ടി ഒരു സഹോദരി അതിൻ്റെ മുകളിൽ കയറി അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലത്തേക്ക് വേണ്ടിയുള്ള അവരുടെ ആഹാരം ഒരു പക്ഷെങ്കിൽ ഇതായിരിക്കാം. പിന്നീട് ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. രാവിലെ കൊച്ചു കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. രാവിലെ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാനിടയായി തീർന്നു. വളരെ നല്ല, വളരെ സൗന്ദര്യമുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ നമുക്കതില്ല അല്ലെങ്കിൽ ഇതില്ല എന്നൊക്കെ ഒത്തിരി ഡിമാൻഡ് വെക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരുടെ അവസ്ഥകൾ കാണുമ്പോഴായിരിക്കും ഒരുപക്ഷെങ്കിൽ എത്രയോ വ്യത്യാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവരൊക്കെ വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബീഹാറിലെ ആ ഗ്രാമത്തിലൂടെ രാവിലെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെയുള്ള ദൈവദാസന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പോട് ഞങ്ങൾക്ക് അന്നവിടെ ലഭ്യമായി.